ഇൻ്റഗ്രൽ കേർവിൻ്റെ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. നമുക്ക് പി ഓഫ് 10ലും പി ഓഫ് എ ബിയിലും വാല്യൂ കാണണം. ഇത് നമുക്ക് എക്സ് ഓഫ് പിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ കേർവിന് നമുക്കറിയാം എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് ആൽഫ ഡോട്ട് ഓഫ് ടിക്ക് ഈക്വലാണ്. നമുക്കിവിടെ ആൽഫ ഓഫ് ടി ആണ് കാണേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി, നമ്മൾ ആൽഫ ഡോട്ട് ഓഫ് ടി ആണല്ലോ ഈ സംഭവം നേരെ തിരിച്ച് ചെയ്ത് എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത്. നമുക്കിവിടെ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്താണെന്ന് തന്നിട്ടുണ്ട്, x1, x2 അഥവാ നമ്മുടെ പി -2x2, 1/2 x1 എന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇതെന്ന് പറയുന്നത് എന്തിനേക്കല്ല, ആൽഫ ഡോട്ട് ഓഫ് ടി. ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് ആൽഫ ഓഫ് ടി dx1/dt dx2/dt ആണ്. ഇത് രണ്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, dx1/dt -2x2 എന്ന് പറയാൻ പറ്റും. അതേപോലെ dx2/dt 1/2 x1 എന്ന് പറയാൻ പറ്റും. ഇനി നോക്കിയേ, ഞാൻ ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, d2x1/dt2 -2 dx2/dt എന്ന് വരും. dx2/dt എന്താ, 1/2 x1 ആണ്. അതിന് നമുക്കിനി എന്ത് ചെയ്താം, 1/2 x1 എന്ന് എഴുതാം. -2 × 1/2 x1. ഈ 2ഉം 2ഉം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ -x1 എന്നുണ്ടാവാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, d2x1/dt2 -x1. ഇത് നമ്മൾ ഓക്സിലറി ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ m² + 1 = 0 എന്ന് വരും. ഇനി m² + 1 = 0 ആയാലും m² -1 എന്ന് വരും. അഥവാ m ± i എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക, എന്താ ഇങ്ങനെ വരും അല്ലേ, e⁴ c1 cos βx + c2 sin βx എന്ന് വരും. ഇവിടെ ആൽഫ എന്താ, ആൽഫ ± i ബീറ്റ എന്ന് പറയുന്ന ഫോമിൽ ഇവിടെ ആൽഫൻ്റെ ടേം 0 ആയതുകൊണ്ട് e⁴, ഇത് 0 ആയിപ്പോയി, e⁴ 1 ആയിപ്പോയി. ഇനി ബീറ്റക്കൊക്കെ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മളിവിടെ x1ൻ്റെ ആണല്ലേ കണ്ടത് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ x1ൻ്റെ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, x2ൻ്റെ വാല്യൂ കാണണം. x2 കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ x2 കാണാൻ എന്ത് ചെയ്താൽ മതി, ഇതാ dx1/dt ചെയ്ത് കഴിഞ്ഞാൽ -2x2 കിട്ടും. അപ്പോൾ x1നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി, ഇങ്ങനെ കിട്ടി. അപ്പോൾ -2x2 ആണ് ഈ വാല്യൂ. x2 കാണാൻ എന്ത് ചെയ്താൽ -2 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് x2 കിട്ടി. അപ്പോൾ ആൽഫ ഓഫ് ടി എന്താ, c1 cos t + c2 sin t, c1 sin t/2 c2 sin cos t/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ പി ഓഫ് 10യും പി ഓഫ് എ ബിയും കാണണം. അപ്പോൾ പി ഓഫ് 10 എന്ന് വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പി ഓഫ് 10 എന്ന് പറയുമ്പോൾ ആൽഫ ഓഫ് 0 കാണാം. എന്നിട്ട് ആൽഫ ഓഫ് 0 കണ്ടിട്ട് അതിനെ നമ്മൾ പി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. പി ഇവിടെ എന്താ, പി എന്നിവിടെ 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൽഫക്ക് 0 ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്താ വാല്യൂ കിട്ടുന്നത് നോക്കാം. ടിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുക, c1, -c2/2 എന്ന് വരും. അത് 10ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ c1 1 ആവും, c2 എന്ന് പറയുന്നത് 0 ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആൽഫ ഓഫ് ടിക്ക് ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടിക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ ഗ്രാഫിൽ അങ്ങ് വരച്ചാൽ മതി. ഇനി നമ്മൾ അടുത്തത് പി ഓഫ് എ ബി കാണാം. പി ഓഫ് എ ബി കാണുമ്പോൾ എന്താ, ഇതേപോലെ തന്നെ പി ഓഫ് എ ബി കാണുമ്പോൾ ആൽഫ ഓഫ് 0 കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൽഫ ഓഫ് 0 കാണുമ്പോൾ നമുക്ക് c1, -c2/2 എന്ന് വരും. c1 a ആയിട്ടും -c2/2 b ആയിട്ടും കൊടുക്കുക. എന്നിട്ട് ആൽഫ ഓഫ് ടിക്ക് ഈ വാല്യൂ നേരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മാക്സിമൽ ഇൻ്റഗ്രൽ കർവ് ത്രൂ പി ഓഫ് a, b എന്ന് പറയുന്നത്.